അറിവിന്റെ ആദ്യാക്ഷരങ്ങളുമായി വായനയുടെയും നന്മയുടെയും ലോകത്തിലേക്ക് ഒരു സമൂഹത്തെയൊന്നാകെ കൈപ്പിടിച്ചുയർത്തി നീരുറവ പോലെ നിലാത്തെളിമ പോലെ നന്മയൂറുന്ന കലാലയ ജീവിതം നമുക്ക് സമ്മാനിച്ച് ഓർമ്മയുടെ മണിച്ചപ്പ് തുറന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ നമ്മളാക്കിയ അറിവിന്റെ കീറുവെളിച്ചം നമുക്ക് നൽകി വഴികാട്ടിയായ വിദ്യാലയ മുത്തശ്ശി. Good evening to all. I am Sister Mary Elma, former Superior General and former Provincial Superior of CCR. About 55 years ago, I was a 10th standard student of this prestigious school. I am proud of being one of the senior alumni of this school. St. Joseph School was and is still one of the best schools in this town, situated in the heart of the city. During this sesquicentennial year, we have seen the enthusiasm and readiness of the various committees to make this milestone event a memorable one. May God bless the school and all who are connected with it. God bless you. I'm really delighted to be part of this institution as we celebrate the 150th anniversary of its foundation, and I'm grateful really to God the Almighty, who has been guiding the footsteps of this institution from its inception. At present, I wish all the best to all those who are connected to our institution, and God's blessings be with each of them. Thank you. നമസ്തേ, എൻ്റെ പേര് സിസ്റ്റർ ആഞ്ചലീന. ഞാൻ സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് GHSSൻ്റെ പ്രിൻസിപ്പളാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ വർഷം ഞങ്ങളുടെ സ്കൂളിൻ്റെ 150-ാം വർഷം തികയുകയാണ്. അതിൻ്റെ നിറവിലാണ് ഞങ്ങൾ. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളും ഇതിൽ സന്നിധരാണ്. പ്രവർത്തിച്ച് ഞങ്ങൾ ഈ സംരംഭം വിജയിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നമ്മുടെ ICSE സെക്ഷൻ്റെ പ്രിൻസിപ്പളാണ്. 150-ാം വാർഷികം നമ്മുടെ കോൺവെൻറ്റും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുവാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, അനധ്യാപകരുണ്ട്. അവരുടെ സേവനത്തെയും സേവന സന്നദ്ധതയും അവരിലൂടെ നിറദീപം തെളിച്ച് പല സ്ഥലങ്ങളിലായി ജോലി ചെയ്യുന്ന പൂർവ്വ വിദ്യാർത്ഥികളെയും ഞാൻ ഇത്തരണത്തിൽ സ്നേഹിക്കുന്നു. നമ്മുടെ സ്കൂളിൻ്റെ 150-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവർക്കും അതൊരഭിമാനമാണെന്നും എനിക്കറിയാം. നിങ്ങൾക്ക് ലഭിച്ച ആ നിറദീപം ഞങ്ങൾക്കും പകർന്നു കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിസ്റ്റർ മേരി ജോസഫിൻ. ഞാൻ സെയിൻറ്റ് ജോസഫ് കോൺവെൻറ്റ് എയ്ഡഡ് LPSലെ ഹെഡ്മിസ്ട്രസ്സാണ്. ഈ വർഷം നമ്മൾ 150-ാം വാർഷികം ആഘോഷിക്കുകയാണ്. സെയിൻറ്റ് ജോസഫ്സ് മൊത്തമായിട്ട് തന്നെ സെയിൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളും ICSEയും അതേപോലെ നമ്മുടെ എയ്ഡഡ് LPSും ഒരുമിച്ച് ചേർന്ന് ഈ 150-ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതിന് നമ്മൾ പേരൻസിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ മുൻകാല പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ പ്രോഗ്രാം ഒരു വൻ വിജയമാക്കി തീർക്കാനുള്ള പരിശ്രമം നടത്തുകയാണ്. അതിന് നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ആഗ്രഹിച്ചുകൊണ്ട് ഏവരെയും ഈ 150-ാം വാർഷികത്തിലേക്ക് സ്വാഗതവും ചെയ്യുന്നു. അതോടൊപ്പം ഏവർക്കും നന്ദിയും പറയുന്നു. നന്ദി. പുഷ്പം ജോർജ്, മലയാളം ഡിപ്പാർട്ട്മെൻറ്റ്. 150-ാം വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ സെൻറ്റ് ജോസഫ് സ്കൂള് CCR സഭ സ്ഥാപിച്ചതാണ് 1875. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട്, സ്ത്രീകളെ സമൂഹത്തിലെ ഉന്നമനത്തിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പെൺകുട്ടികൾക്ക് വേണ്ടി ഈ വിദ്യാലയം സ്ഥാപിച്ചത്. ആ വിദ്യാലയത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ
ഈ 150-ാം വാർഷികാഘോഷത്തിൻ്റെ നിറവിൽ ഞങ്ങൾ ഉൾപ്പെടാൻ കഴിഞ്ഞതിൽ അത്യന്തം ആഹ്ലാദത്തിലാണ്. എല്ലാവരെയും ഈ ആഹ്ലാദ നിമിഷത്തിലേക്ക് ജനുവരി 8, 9, 10 ദിവസങ്ങളിലെ അത്യാഹ്ലാദപൂർവമായ എല്ലാ സംരംഭത്തിലേക്കും സന്തോഷപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രതിഭ. എഡ്യൂക്കേഷൻ 33 വർഷം കഴിഞ്ഞു. 33 കൊല്ലം കഴിഞ്ഞു. അതായത് കലയുടെയും കായികത്തിൻ്റെയും ഉന്നത വിജയത്തിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. ഇനിയും ഈ 150 വർഷം കഴിഞ്ഞാലും ഉന്നത വിജയത്തിലോട്ട് വരാനായിട്ട് എല്ലാ ആശംസകളും ഞങ്ങൾ നേടും. ഹെലൻ മോറിസ്, കൊല്ലം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സെൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റിനെ കുറിച്ച് ഞങ്ങളെല്ലാവരും വളരെയേറെ അഭിമാനമുള്ളവരാണ്. കരിക്കുലർ ആക്ടിവിറ്റീസിലും കോ കരിക്കുലർ ആക്ടിവിറ്റീസിലും എന്നും തിളങ്ങി നിൽക്കുന്ന ഈ സ്കൂളിന് എല്ലാവിധ ഭാവുകാശംസകളും നേർന്നുകൊള്ളുന്നു. എൻ്റെ പേര് ഷിബി. 24 വർഷം കഴിഞ്ഞു. 180 വർഷം പിന്നിടുന്ന ഈ അവസരത്തിൽ ആദ്യം ഞാനതൊരു ചെറിയൊരു കുട്ടിയായി ഞാൻ ഈ വിദ്യാലയത്തിലേക്ക് വന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തുടങ്ങി സ്റ്റാൻഡേർഡ് 10 വരെ ഞാനിവിടെ പഠിച്ചിരുന്നു. അത് സിസ്റ്റർ രാജൻസിൻ്റെ സമയത്താണ്, സിസ്റ്റർ രാജൻസ് എച്ചമായിട്ടിരിക്കുന്ന സമയത്താണ്. ഇടവേളയ്ക്ക് ശേഷം വലിയ സ്കൂളിൽ അധ്യാപികയായിട്ട് ഇവിടെ കയറാൻ സാധിച്ചത് വളരെയേറെ അഭിമാനമുള്ളൊരു കാര്യമാണ് തന്നെയാണ്. 150-ാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഇവിടെ IT ഡിപ്പാർട്ട്മെൻറ്റാണ്. 22 ഇയേഴ്സായി ഇവിടെ വന്നിട്ട് ഞാനിവിടുത്തെ ഒരു അലുമിനി കൂടിയാണ്. ആക്ച്വലി പാസ് ഔട്ട് ആയതാണ്. ഈ 150-ാം വർഷം ആഘോഷിക്കുന്ന ഈ സമയത്ത് എൻ്റെ ഒരു പ്രസൻസ് എനിക്ക് ഇത്രയും വർഷം ഈ സ്കൂളിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ അതിയായ സന്തോഷം. ഒപ്പം ഞങ്ങളുടെ മുത്തശ്ശി സ്കൂളിനെ, എൻ്റെ ഈ മുത്തശ്ശി സ്കൂളിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. സുചേത, ബയോളജി ആൻഡ് ഹിന്ദി. അതായത് ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത്. അന്ന് കിട്ടിയ മാർഗനിർദ്ദേശങ്ങൾ കുട്ടികളിലേക്ക് പ്രാവർത്തികമാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസത്തോടെ ഞാൻ എല്ലാ ഭാവുകങ്ങളും ഈ സ്കൂളിൽ നൽകുന്നു. ഞാൻ 11 വർഷം ഇവിടെ വർക്ക് ചെയ്തു. 11 വർഷമായ ഇതൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്. വളരെയധികം സന്തോഷമുണ്ട്. ഈ വിദ്യാലയം മുത്തശ്ശി 180 നിറഞ്ഞിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ വളരെയധികം സന്തോഷവും സർവേശ്വരോട് നന്ദിയും പറയുന്നു. 150-ാം വാർഷികത്തിന്റെ നിറവിൽ പ്രൗഢിയോടുകൂടി തിളങ്ങി നിൽക്കുന്ന സെന്റ് ജോസഫ് കോൺവെന്റിന് എല്ലാവിധ ആശംസകൾ നേർന്നതിനും 2025 ജനുവരി 8, 9, 10 തീയതികളിൽ ഇതിനോടനുബന്ധിച്ചുള്ള വാർഷിക ആഘോഷങ്ങളിലേക്ക് മാതാപിതാക്കളെ എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്ത എല്ലാ അധ്യാപികമാർക്കും പ്രത്യേക നന്ദി. ഞാൻ ടി സതീഷ് കുമാർ, ഞാനാണ് ഇവിടുത്തെ PT പ്രസിഡന്റ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് PT പ്രസിഡന്റും കഴിഞ്ഞ 6 വർഷമായിട്ട് PTA സജീവമായ അംഗവുമാണ്. കൊല്ലം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രൗഢിയുള്ളതുമായ സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് 180-ൻ്റെ നിറവിലെത്തി നിൽക്കുകയാണ്. ഈ വർഷം വളരെ സജീവമായ ആഘോഷ പരിപാടികൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകുകയാണ്. എന്നോടൊപ്പം PTA മെമ്പേഴ്സ് എല്ലാം തന്നെ ഈ ആഘോഷത്തെ മനോഹരമാക്കാനും നിറമുള്ളതാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനുവരി 8, 9, 10 തീയതികളിൽ നടത്തുന്ന ഈ വാർഷികാഘോഷത്തിന് മുഴുവൻ പ്രവർത്തകരും ഞങ്ങൾ സജ്ജമാണ്. മുഴുവൻ ആൾക്കാരെയും ഞങ്ങൾ സെൻറ്റ് ജോസഫ് കോൺവെൻറ്റിൻ്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സിസ്റ്റർ ഫിലോമിന, ഞാൻ +1, +2 ഹയർ സെക്കൻഡറി സെക്ഷൻ. ഇതിൻ്റെ ഒരു ഭാഗമാകാനായിട്ടുള്ള എൻ്റെ തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹമായിട്ട് കരുതുകയാണ്. 150 എന്ന് പറഞ്ഞാൽ വലിയൊരു സംരംഭമാണ്. അതിൻ്റെ ഒരു പാട്ട് ആവാനായിട്ടുള്ളതിൻ്റെ ഒരു അനുഗ്രഹത്തിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. എല്ലാ സ്കൂളുകൾക്കും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കിട്ടുന്നൊരു ചാൻസ് അല്ല ഇത്. ഞങ്ങളുടെ ഫസ്റ്റ് മിഷണറി സ്കൂൾ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങളുടെ കോൺവെൻറ്റ്, ഞങ്ങളുടെ സ്കൂള് നിലയിൽ എല്ലാവരും യുണൈറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. എവിടെ തിരിഞ്ഞാലും അതിൻ്റെതായ പിള്ളേരായാലും ടീച്ചേഴ്സ് എല്ലാവരും തിരക്കിലാണ്. ഇതെങ്ങനെ ശരിക്കും സക്സസ്ഫുള്ളാക്കി തീർക്കണം എന്നുള്ള ആഗ്രഹത്തിൽ. താങ്ക് യു. സോന സിബി ഫ്രാൻസിസ്, 22 ഇയേഴ്സ്. നമ്മൾ മോസ്റ്റ് അവൈറ്റഡ് മൊമെൻ്റ് ആയിരുന്നു അത്. അതായത് നമ്മളെല്ലാം കാത്തിരുന്ന മൊമെൻ്റാണ്. 125 നമ്മളാരും ഇല്ലായിരുന്നു. 150 കമ്മിങ് 8, 9, 10 ആണ് സെലിബ്രേഷൻസ്. Definitely we are so fortunate to be the part of our school as we are celebrating the 150th anniversary. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകണം എല്ലാവർക്കും. നമ്മുടെ ഒരുമയോടുകൂടി പോയതുകൊണ്ടാണ് നമുക്കിന്നത്. എനിക്കും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. പ്രൗഡ് മൊമെൻ്റാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. പഠിപ്പിക്കുന്നതിനൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇത്രയും വർഷം എൻ്റെ ഒരു വീക്ഷണത്തിൽ പോയിൻ്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ ഇത്രയും വർഷം സെലിബ്രേറ്റ് ചെയ്യുന്ന കൊല്ലത്തെ ആദ്യത്തെ സ്കൂളായിരിക്കും.
നല്ല പ്രൗഡുണ്ട്. ഞങ്ങളെല്ലാവരും അതിൽ പ്രൗഡാണ്. അപ്പോൾ ഇനിയും നല്ല വിജയകരമായി മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു. ശിവനന്ദ 7 വർഷമായിട്ട് ഇവിടെയാണ് പഠിക്കുന്നത്. 10th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. കാരണം ഇത്രയും വർഷം ഈ സ്കൂളിൽ ഇങ്ങനെ നിലനിൽക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ സ്കൂളിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഞാൻ അഭിമാനിക്കുന്നു. തീർച്ചയായിട്ടും മോൾ ഈ ഒരു സ്കൂളിൻ്റെ ഭാഗമാകാൻ പറ്റിയതും 150ൻ്റെ ആ ഒരു നിറവിൽ തിളങ്ങി നിൽക്കുമ്പോൾ അവിടെ ഈ ഒരു സ്ഥാപനത്തിൽ മോൾ പഠിക്കുന്നു എന്ന് പറയാനും ഒരുപാടധികം അഭിമാനിക്കുന്നു. ആശംസകൾ നേരുന്നു മോൾ എല്ലാവർക്കും. അതായത് ഇവിടുത്തെ ടീച്ചേഴ്സിനും ഇവിടുത്തെ പ്രിൻസിപ്പളിനും ഈ ഒരു സ്ഥാപനം ഇനിയും ഉയരണം എന്നുള്ള രീതിയിൽ മോൾ ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും മോളുടെ ഉണ്ട് അല്ലേ? നിരുപമ. ഓ, മോളുടെ പേര് നേഹ ഫാത്തിമ. നിരുപമ. മോളെ ഇപ്പോൾ എത്ര വർഷമായി രണ്ടുപേരും ഈ സ്കൂളിൽ പഠിക്കുന്നു? മോള് 5ാം ക്ലാസ് തൊട്ട് ഇവിടെയാണ്. മോളോ 2ാം ക്ലാസ് തൊട്ട്. അപ്പോൾ കുറേ വർഷമായിട്ട് ഇവിടെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ എത്രാം സ്റ്റാൻഡേർഡിലാണ് രണ്ടുപേരും? 5th-ലാണ്. ആ, ടീച്ചേഴ്സിനെ പറ്റിയൊക്കെ നല്ല ടീച്ചേഴ്സാണോ? നന്നായിട്ട് പഠിപ്പിക്കും. നല്ല ടീച്ചേഴ്സാണ്. പിന്നെ ഇവിടുത്തെ ബാക്കി സ്റ്റാഫൊക്കെ നല്ല സഹകരണമാണോ? പ്രിൻസിപ്പളൊക്കെ നല്ല സഹകരണമാണ്. തീർച്ചയായിട്ടും മോൾ കാണുന്ന പ്രേക്ഷകരോട് പറയുമോ ഇവിടെ ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്യുമോ ഒന്ന് പഠിക്കാനായിട്ട്? പറയും. ജോസ്ന എന്നാണ്. മോളിപ്പോൾ ഈ ഒരു സ്കൂളിൻ്റെ ലീഡറാണോ? സ്കൂൾ ലീഡറാണ്. ഇവിടുത്തെ സ്റ്റുഡൻ്റാണ് 3 വർഷമായിട്ട്. അപ്പോൾ ഈ ഒരു 150 വർഷത്തിൻ്റെ നിറവിൽ നമ്മുടെ ഈ ഒരു സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് നിൽക്കുന്ന സമയത്ത് മോൾക്ക് എന്താണ് പറയാനുള്ളത്? കൊല്ലം ജില്ലയിലെ ഏറ്റവും അഭിമാനകരമായ ഒരു സ്കൂളാണിത്. കാരണം നമുക്ക് സന്തോഷപൂർവ്വം പറയാം ഞാൻ സെൻറ്റ് ജോസഫിലാണ് പഠിക്കുന്നത് എന്നുള്ളത്. നോക്കുന്നൊരു സ്കൂളാണ്. ഏറ്റവും പ്രൗഡസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം മോൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് അല്ലേ ഈ സ്കൂളിൻ്റെ ഭാഗമാവാൻ സാധിച്ചാൽ? ടീച്ചിങ്ങിനെ പറ്റി, അതായത് ടീച്ചേഴ്സിനെ പറ്റിയും നോൺ ടീച്ചിങ് സ്റ്റാഫും പ്രിൻസിപ്പളിനെ പറ്റിയൊക്കെ ഉള്ള അഭിപ്രായം എന്താണ്? എല്ലാവരും നമ്മളെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ സംസാരിക്കുന്നത്. ആരും നമ്മൾ അകറ്റി ചേർത്ത് എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ടാണ്. എല്ലാത്തിലും ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. നല്ല സപ്പോർട്ടാണ് അല്ലേ? ഉറപ്പായിട്ടും ആത്മാർത്ഥമായിട്ട് ആശംസകൾ ഉറപ്പായിട്ടും പറയാം. ഒരുപാട് അഭിമാനമുണ്ടല്ലേ മോൾക്ക് ഈ സ്കൂളിൻ്റെ ഭാഗമാവാൻ സാധിച്ചാൽ? ഫൈഹ ഫാത്തിം. അപ്പോൾ എത്ര വർഷമായി മോളെ ഇവിടെ പഠിക്കുന്ന ഈ സ്കൂളിൽ? LKG തൊട്ട് മോൾ ഇവിടെയാണ് പഠിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്, ഒത്തിരി അഭിമാനമുണ്ട്. ടീച്ചേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലി ആണോ മോളെ? നല്ല ക്ലാസ് എടുക്കും, നല്ല ഫ്രണ്ട്ലി ആണ്. പിന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫൊക്കെ എങ്ങനെയുണ്ട് മോളെ? സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമാണോ മോൾക്ക്? അപ്പം തീർച്ചയായിട്ടും മോൾ ഈ ഒരു സ്കൂളിനും ടീച്ചേഴ്സിനും നോൺ ടീച്ചിങ് സ്റ്റാഫിനെയൊക്കെ ആശംസിക്കും ഈ അവസരത്തിൽ. 150 വർഷത്തിൻ്റെ നിറവിൽ എല്ലാവരെയും ആശംസിക്കുന്നു അല്ലേ? ഇനിയും കുറേ ഉയരങ്ങളിൽ എത്താനായിട്ട്. റിയ റിജിൻ എത്ര സ്റ്റാൻഡേർഡിലാണ്? 4th. ഏത് സ്റ്റാൻഡേർഡാണ്? 5th. പാർവതി 8th സ്റ്റാൻഡേർഡിലാണ്? 5th. ആ, മോള് സംസാരിച്ചാണ്. എന്നാലും മോള് പറഞ്ഞു. ഫാത്തിമ 5th പഠിക്കും. ഏത് സ്റ്റാൻഡേർഡാണ് മോള്? 6th-ലാണ്. 6th-ലാണ്. 5th-ലാണ്. അന്ന. മോളുടെ കൃഷ്ണനന്ദ. ആദിത്യ 8ലാണ് പഠിക്കുന്നത്. ഇപ്പൊ എത്ര വർഷമായി 3 പേരും ഈ സ്കൂളിൽ പഠിക്കാൻ? 3 പേരും 7 കൊല്ലമായി. ശരിക്കും സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ 7 വർഷമായിട്ട് ഇവിടെ പഠിക്കുന്നതാണ്. ഞങ്ങൾക്ക് അറിയാം ഇത് ഒരു 150 വാർഷികം വരെ അവിടെ എത്തണമെങ്കിൽ എന്തുകൊണ്ട് ഇതിന്റെ പിറകിൽ വളരെ ഹാർഡ് വർക്കും വളരെ സക്സസ്സും ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഞാനിവിടെ പഠിക്കുന്നിടം തൊട്ട് എന്തുകൊണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ പ്രോത്സാഹനവും സിസ്റ്റർമാരുടെയും PTA മെമ്പേഴ്സിന്റെ ആവട്ടെ എല്ലാവരുടെയും ഒരു ഇത് കാരണമാണ് നമ്മുടെ സ്കൂളിൽ ഇനിയും ഉയരത്തിലേക്ക് തന്നെ പോകാൻ പറ്റുന്നത്. എന്തുകൊണ്ടും കൊല്ലത്തിലെ സ്കൂളുകൾ എന്ന് പറയുമ്പോൾ സെൻറ്റ് ജോസഫിന്റെ ടോപ്പിൽ തന്നെ നിൽക്കാൻ പറ്റുന്നതും ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെയൊക്കെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം തന്നെയാണ്. ഇനിയും 150th അല്ല, ഇനിയും ഒത്തിരി നാൾ നമ്മുടെ സ്കൂളിന് നിലനിൽക്കാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അഭിമാനമുണ്ട്, സന്തോഷമുണ്ട് ഇവിടെ പഠിക്കാൻ പറ്റിയതും. ഈ 8 പേര് ഇവിടെ നല്ലോണം ഈ ഒരു സ്കൂളിന് അത്യാവശ്യം അതായിട്ട് കൊണ്ടുപോകാനും എല്ലാത്തിനും പറ്റിയ 3 പേർക്കും ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇത്ര ഒരു ഉയർച്ചയിൽ നിൽക്കുന്ന ഈ ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ പറ്റിയെന്നുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാ ആശംസകളും നേരുന്നു അല്ലേ 3 പേരും സ്കൂളിന്? സെൻറ്റ് ജോസഫ് എന്ന ഒരു സ്കൂള് നമുക്ക് ഇവിടെ കൊല്ലത്തൊരു ഏറ്റവും വലിയ എല്ലാവരും അറിയുന്ന ഒരു സ്കൂളാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം 150ാമത്തെ വർഷത്തിലുള്ള ആ ഒരു നിറവിൽ നമ്മളിപ്പം ഒരു പൂർവ്വ വിദ്യാർത്ഥിനി അല്ലെങ്കിൽ ഫോർമർ സ്റ്റുഡൻറ്റ് എന്നുള്ള ഒരു നിലയിൽ ഞാനിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്.
ഇവിടെ ഈ ഒരു വേദിയിൽ പങ്കെടുക്കുവാനും എല്ലാം അവരുടെ കൂടെ എല്ലാം ഈ മൂമെൻറ്റ്സ് ഷെയർ ചെയ്യാനും എൻ്റെ ടീച്ചേഴ്സിനും ഇവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫിനും എല്ലാം നല്ലൊരു പ്രോഗ്രാം നടക്കട്ടെ. എല്ലാവിധ ആശംസകളും വീണ നേരുന്നു. വീണയ്ക്ക് ഒരുപാട് സന്തോഷം അഭിമാനവും ഉണ്ടോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ടീച്ചേഴ്സിനെയും പഠിപ്പിച്ച ടീച്ചേഴ്സിനെയും ഒക്കെ കണ്ടതിൽ? തീർച്ചയായിട്ടും നല്ല സന്തോഷമുണ്ട്. ഈ ഒരു അറ്റ്മോസ്ഫിയർ ഈ എൻവയോൺമെന്റിൽ വീണ്ടും തിരിച്ച് വരാൻ സാധിച്ചില്ല. ഒരുപാട് പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചെത്തി അല്ലേ? ഒരുപാട് പഴയ ഓർമ്മകളിലും എല്ലാം ഈ വരാന്ത എല്ലാം നമുക്ക് ബാൽക്കണി എല്ലാം നമുക്ക് വീണ്ടും കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പഴയ ഒത്തിരി ഓർമ്മകളിലേക്ക് തിരിച്ചുപോയി. 6ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഞാൻ ഇവിടെയാണ് പഠിച്ചത്. ഒരു നല്ലൊരു ഈ ഓപ്പർച്യൂണിറ്റി വീണ്ടും ഈ സ്കൂളിൽ വന്നിട്ട് ഈ ഒരു വേദിയിൽ പങ്കെടുക്കാനൊരു മഹാഭാഗ്യം ഇത് തന്നതിന് കിട്ടിയതിൽ വിദ്യ ചേച്ചിയെ ഞാൻ താങ്ക് യു പറയുന്നു. അപ്പം എല്ലാവർക്കും നന്ദി. എല്ലാം നല്ലതെന്ന് നടക്കട്ടെ. താങ്ക് യു. ഇപ്പോൾ തൊട്ടു മുൻപായി സംസാരിച്ച ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിനിയായിട്ടുള്ള വീണ എൻ്റെ അനിയത്തിയാണ്. അനിയത്തി പണ്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രാവിലെ സ്കൂളിൽ കൊണ്ടാക്കുന്നതും വൈകിട്ട് സ്കൂളിൽ നിന്ന് തിരികെ വിളിക്കുന്നതും അങ്ങനെ മറക്കാൻ പറ്റാത്ത കുറേയേറെ ഓർമ്മകളും മറക്കാൻ പറ്റാത്തതായിട്ട് വീണ്ടും ഒരു ദിവസം ജീവിതത്തിൽ തന്ന 150ന്റെ നിറവിൽ നിൽക്കുന്ന ഈ ഒരു മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ 150ാം വാർഷികാഘോഷം ജനുവരി 8, 9, 10 എന്നീ തീയതികളിൽ ആഘോഷ പരിപാടികൾ ഈ സ്കൂൾ പരിസരത്ത് തന്നെ നടത്തി വരികയാണ്. എല്ലാ മാതാപിതാക്കളെയും രക്ഷിതാക്കളെയും ഈ ഒരു അവസരത്തിൽ ആ പരിപാടികളിലേക്ക് സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. 150 വർഷത്തിൻ്റെ നിറവിൽ അഭിമാനപൂർവ്വം തലയുയർത്തി സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എല്ലാവരുടെയും, അതായത് ടീച്ചേഴ്സിൻ്റെയും മറ്റ് നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെയും പ്രിൻസിപ്പളുടെയും എല്ലാ സ്റ്റാഫിൻ്റെയും ഒരുമയുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ഒരുമയുടെയും കൂട്ടായ്മ കൊണ്ടാണ് ഈ ഒരു സ്ഥാപനം ഇത്രയും അധികം ഉയർച്ചയിലും വിജയങ്ങളിലേക്കും കൊടുമുടി കയറാനായി സാധിച്ചത്. തീർച്ചയായിട്ടും ഇനിയും ഈ ഒരു സ്ഥാപനം ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. വിജയത്തിൻ്റെ കൊടുമുടി ഇനിയും ഒരുപാട് കയറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഇവിടുത്തെ എല്ലാ ടീച്ചിങ് സ്റ്റാഫിനും നോൺ ടീച്ചിങ് സ്റ്റാഫിനും പ്രിൻസിപ്പളിനും എല്ലാ സ്റ്റുഡൻസിനും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ തുടർന്നുള്ള നല്ല വീഡിയോസൊക്കെ കാണണ്ടേ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ. ടേക്ക് കെയർ. ബൈ.